കെ.എസ്.എഫ്.ഐയുടെ ഭരണം തീരുന്ന ഘട്ടത്തിലേക്ക് പിന്നീട് ഈ ലിസ്റ്റ് കൊണ്ടുവരികയും അതിനുശേഷം രാജിവെച്ചുകൊണ്ട് സമയത്ത് രാജിവെച്ചാൽ മറ്റൊരു ലിസ്റ്റിലേക്ക് ഭരണസമിതി എത്തി എന്നടക്കമുള്ള വലിയ ആരോപണമുണ്ട്. അങ്ങനെ നഗരസഭയിൽ നിലവിൽ കോർപ്പറേഷനിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി ഭരണത്തിനെതിരെയും അനധികൃത നിയമനങ്ങൾക്കെതിരെയുമാണ് യുവമോർച്ച ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. അവിടുന്ന് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇപ്പോൾ നിലവിൽ മാർച്ച് പ്രതിഷേധക്കാർ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കാർത്തൂർ കോർപ്പറേഷനിലേക്കുള്ള യുവമോർച്ച മാർച്ച് വലിയ സംഘർഷത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും നേരം ബാരിക്കേഡ് മറച്ചിടാനും ബാരിക്കേഡ് മറികടക്കാനുമുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ മതില് ചാടിക്കടന്ന് കോർപ്പറേഷനിലേക്ക് അകത്ത് കയറാനുള്ള ശ്രമം യുവമോർച്ച പ്രവർത്തകർ നടത്തിയതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത്. യുവമോർച്ച മാർച്ചിന് മുൻപ് തന്നെ കോർപ്പറേഷന്റെ അകത്തു നിന്നും ഈ BJP കൗൺസിലർമാർ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടും മേയർക്കെതിരെയും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡിന് ഇപ്പുറത്താണ് അതേസമയം യുവമോർച്ച മാർച്ചും ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ കുറച്ചു മുൻപ് വരെയും സമാധാനപരമായിട്ടല്ലെങ്കിൽ കൂടിയും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് അകത്ത് കയറാനുള്ള ശ്രമം പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നു. ബാരിക്കേഡ് മറച്ച് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. അതേസമയം തൊട്ട് അതിൽ ചാടിക്കടന്ന് കോർപ്പറേഷൻ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. അകത്ത് പോലീസുണ്ട്. പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
ചാടിക്കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുകയാണ്, പോലീസ് തടയുകയാണ് പ്രവർത്തകരെ. പോലീസിന് നേരെയും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഒരു തരത്തിലും പ്രവർത്തകരെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മടങ്ങിപ്പോകാൻ പ്രവർത്തകർ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം മേയർ സെർച്ചിന്റെ അതിശക്തമാക്കുകയായിരുന്നു BJP പ്രതിഷേധം. പ്രത്യേകിച്ച് ഈ അഴിമതി നിയമനത്തിൽ വലിയ അഴിമതി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് മേയറും CPM നേതൃത്വവും പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഴിമതികൾ നടപ്പിലാക്കുന്നത് എന്നുള്ള വലിയ ആരോപണം ഉയർത്തിയാണ് മേയർക്കെതിരെ BJP വലിയ പ്രതിഷേധം കോർപ്പറേഷൻ അകത്തുൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിപ്പോന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് യുവമോർച്ച അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്നും പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ തിരിച്ച് മറികടന്നു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അകത്തേക്ക് കടക്കാൻ തന്നെയാണ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അവരെ തടയുകയും ചെയ്യുന്ന പോലീസ് ശ്രമത്തിന്റെ ഫലമായിട്ടാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന്റെ അകത്ത് ഒരു വലിയ പോലീസ് സന്നാഹത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏത് വിധേനയും പ്രവർത്തകർ ഈ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. കാരണം അപ്പുറത്ത് BJP കൗൺസിലർമാരുടെ പൂർണ്ണ പിന്തുണ സമരത്തിനുണ്ട്. യുവമോർച്ച സമരത്തിന് ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ BJP കൗൺസിലർമാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മേയർക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കോർപ്പറേഷനകത്ത് BJP കൗൺസിലർമാരുടെ ഒരു പിന്തുണ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ മതിൽ ചാടിക്കടന്ന് യുവമോർച്ച പ്രവർത്തകരോട് കോർപ്പറേഷനിലേക്ക് അകത്തേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ കോർപ്പറേഷന്റെ സമീപത്തിൽ നിന്നും കൗൺസിലർമാർ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ അവസാനിപ്പിക്കുന്നില്ല. അതിശക്തമായി തന്നെ കോർപ്പറേഷൻ അകത്തേക്ക് കയറാനുള്ള ശ്രമം, പോലീസിനെ വരെ തടഞ്ഞുകൊണ്ട് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രവർത്തകരെ പോലീസ് തടയുകയാണ്. നിലവിൽ ഇതുവരെയും ഒരു പ്രവർത്തകർക്കും കോർപ്പറേഷനെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ശക്തമായിട്ട് പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു, പോലീസിന് നേരെ വാക്കേറ്റം ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പ്രവർത്തകർ ഒരുമിച്ച് ഈ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പുറത്ത് BJP കൗൺസിലർമാർ യുവമോർച്ച മാർച്ചിന് ഉൾപ്പെടെ വലിയ പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുന്നുണ്ട്. പ്രവർത്തകരോട് കോർപ്പറേഷൻ അകത്ത് ചാടിക്കടക്കാൻ തന്നെയാണ് അകത്ത് നിന്നിപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അത് കണക്കിലെടുത്താണ് കൂടുതൽ പ്രവർത്തകർ കോർപ്പറേഷൻ അകത്തേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ പോലീസ് ശക്തമായിട്ട് പ്രവർത്തകരെ തടയുകയാണ്. ഒരു തരത്തിലും പ്രവർത്തകരെ കോർപ്പറേഷൻ അകത്തേക്ക് കടത്തിവിടാത്ത തരത്തിൽ വലിയ പോലീസ് സന്നാഹം അപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കടക്കുന്നത്. നിലവിൽ ഇപ്പോൾ കുറച്ച് പ്രവർത്തകർ മതിൽ ചാടി കടന്നിട്ടുണ്ട്. അവരെ പക്ഷേ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കോർപ്പറേഷനുള്ളിലേക്ക് കയറാത്ത തരത്തിൽ പോലീസ് വലിയ പ്രതിരോധം തീർക്കുന്നുണ്ട്. പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മേയർക്കെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് BJP-യുടെയും യുവമോർച്ചയുടെയും അടക്കം തീരുമാനം. അവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു കൗൺസിലർ ഉൾപ്പെടെ ഈ ആരോഗ്യ മേഖലയിലെ തൊഴിലാളികളുടെ നിയമന പട്ടികയിൽ അഴിമതി ആരോപിച്ചാണ് ഈ പ്രതിഷേധം BJP-യും യുവമോർച്ചയും ഒക്കെ നടത്തുന്നത്. അതിലൊരു CPM കൗൺസിലർ ഉൾപ്പെടെ ആ പട്ടികയിൽ എത്തരത്തിലാണ് ഉൾപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത് എന്നുള്ളതാണ്. കോർപ്പറേഷനിലെ പ്രതിപക്ഷം കൂടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിനെതിരെ ഈ വിഷയത്തിൽ ആഞ്ഞടിക്കാൻ തന്നെയാണ് BJP-യുടെ അടക്കം യുവമോർച്ചയുടെ അടക്കം തീരുമാനം. ഇതിനു മുൻപും ഈ വിഷയത്തിൽ പല തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ BJP നടത്തിയിട്ടുണ്ടായിരുന്നു. ഉപരോധ സമരം ഉൾപ്പെടെ
കോർപ്പറേഷനിൽ ഈ വിഷയത്തെ ചൊല്ലി നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും മറ്റ് ഇഷ്ടക്കാരെയും ഈ പട്ടികയിൽ കുത്തിത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമനം, താൽക്കാലിക നിയമനം കോർപ്പറേഷൻ നടത്തുന്നത് എന്നുള്ള ഗുരുതര ആരോപണമാണ് BJP ഉയർത്തുന്നത്. അതിലൊരു CPM-ന്റെ കൗൺസിലർ ഉൾപ്പെട്ടിട്ടുണ്ട്, കൗൺസിലറുടെ ബന്ധു ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മേയറുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇഷ്ടക്കാരെയും അതുപോലെ തന്നെ പാർട്ടിക്കാരെയുമാണ് ഈ താൽക്കാലിക നിയമനത്തിലൂടെ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മേയർ ഉൾപ്പെടെയുള്ളവർ. അതിന് മേയർക്കും അതുപോലെ തന്നെ CPM നേതൃത്വത്തിനും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ആ പട്ടിക പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് BJP കൗൺസിലർമാർക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും ആ പ്രതിഷേധമൊക്കെ മറികടന്ന് അജണ്ട പാസ്സാക്കുന്ന ഒരു നടപടിയാണ് മേയറുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ആ നിയമനത്തിന് അനുമതി കോർപ്പറേഷൻ നൽകിയിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് വിഷയമുയർത്തി വലിയ പ്രതിഷേധം നടത്താൻ തന്നെ BJP തീരുമാനിച്ചതും ഇന്നിപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിലടക്കം കോർപ്പറേഷനിലേക്ക് വലിയ മാർച്ച് നടത്തിയതുമൊക്കെ തന്നെ. എന്തായാലും അതിന് ഒരു ഇവർക്ക് ഈ BJP ഉൾപ്പെടെ നടത്തുന്ന പ്രതിഷേധത്തിന് തള്ളിക്കൊണ്ടാണ് ഈ മറ്റ് ഭരണപക്ഷം രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മേയറുടെ ഈ 56 പേരുടെ നിയമനം അത് എംപ്ലോയ്മെന്റ് വഴിയാണ് നടത്തിയിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് വഴി നടത്തുന്ന നിയമനത്തിൽ എത്തരത്തിലാണ് അഴിമതി നടത്താൻ സാധിക്കുക, ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് ഭരണപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമരം വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്നു. അതായത് പ്രവർത്തകരെ വടി ഉപയോഗിച്ച് പോലീസും അതുപോലെ തന്നെ പോലീസിനെ വടി ഉപയോഗിച്ച് പ്രവർത്തകരും മർദ്ദിക്കുകയാണ്. ഈ കൊടി കെട്ടി വന്ന വടി ഉപയോഗിച്ചാണ് പ്രവർത്തകർ പോലീസിനെ മർദ്ദിക്കുന്നതെങ്കിൽ തങ്ങളുടെ ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുകയാണ് പോലീസ്. ഏത് വിധേനയും അകത്തേക്ക് കയറും എന്നുള്ള കാര്യം തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. ആ തടയുന്ന പോലീസുകാർക്കെതിരെയാണ് പ്രവർത്തകർ ഇത്തരത്തിൽ വലിയ ഒരു പോലീസുകാരെയാണ് ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നത് എന്നുള്ളതാണ്. വീണ്ടും മതിൽ ചാടി കോർപ്പറേഷൻ അകത്തേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് വലിയ സംഘർഷം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ നിരവധി പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പോലീസിന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുമൊക്കെ സാരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്. പക്ഷേ മുദ്രാവാക്യം മുഴക്കി കോർപ്പറേഷനേക്ക് അകത്ത് കയറാനുള്ള ശ്രമം അത് പ്രവർത്തകർ വീണ്ടും തുടരുകയാണ്, അതിശക്തമായിട്ട് തുടരുകയാണ് എന്നുള്ളത് തന്നെ പറയേണ്ടതായിട്ട് വരും. അകത്ത് BJP കൗൺസിലർമാരുടെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി സമരം അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മേയർ രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മേയറുടെ രാജി അല്ലാതെ മറ്റൊരു തരത്തിലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ ഈ സമരം കോർപ്പറേഷനിലേക്ക് സംഘടിപ്പിക്കുന്നത്. വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ കയ്യേറ്റം ഉണ്ടാകുന്നു. പോലീസിന്റെ സീറ്റ് ഉൾപ്പെടെ പ്രവർത്തകർ അടിച്ച് തകർക്കുകയാണ്. പോലീസിന് നേരെ വലിയ കയ്യേറ്റം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ്. അതായത് ഈ മതില് ചാടിക്കടക്കാൻ പ്രവർത്തകരെ ഒരു തരത്തിലും പോലീസ് അനുവദിക്കുന്നില്ല. വലിയ പ്രതിരോധം പോലീസ് തീർക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് പോലീസിന് നേരെ ഇത്തരത്തിലൊരു അക്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അഴിച്ചുവിട്ടിരിക്കുന്നത്. കൊടി കെട്ടി വന്ന വടി കൊണ്ട് പോലീസിനെ പ്രവർത്തകർ മർദ്ദിക്കുകയാണ്. തിരിച്ച് ഒരു തരത്തിലും പ്രവർത്തകരെ അകത്തേക്ക് കയറ്റി വിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ്. എന്തായാലും ഒരു തരത്തിലും മടങ്ങിപ്പോകാൻ പ്രവർത്തകർ ഈ ഘട്ടത്തിലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വലിയ മുദ്രാവാക്യം മുഴക്കി ആക്രോശം മുഴക്കി ഇപ്പോഴും പ്രവർത്തകർ സമരം തുടരുക തന്നെ ചെയ്യുകയാണ്. മേയർ രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ അതിശക്തമായിട്ടുള്ള സമരം BJP-യുടെ ഭാഗത്ത് നിന്നും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്.